വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 മുട്ടയോ എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. ഒരു 3 മുട്ട മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലും ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ എടുത്തിട്ടാണ് ഞാൻ ബീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിക്കുമ്പോൾ 2 ഏലക്കായ കൂടെ നമുക്ക് അതിലോട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഏത് റിഫൈൻഡ് ഓയിൽ എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടെടുക്കണം. കൂടുതൽ നേരമൊന്നും ഓയിലും പഞ്ചസാരയും ഒഴിച്ചതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട. ജസ്റ്റ് 2 മിനിറ്റ് മാത്രം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയല്ല, ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വലത് വശത്തേക്ക് അതുപോലെ ഇങ്ങോട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കേക്ക് ഫ്ലഫായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വശത്തേക്ക് തന്നെ ഇത് എന്താ പറയുക തവി വെച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് നമ്മളുടെ ഉണ്ടാക്കുന്ന ആ ഒരു സ്നാക്ക് താഴ്ന്നു പോകട്ടോ. അപ്പോൾ ഇത് പൊന്തിയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വശത്തേക്ക് മാത്രം റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിക്കായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു 2 ടീസ്പൂണ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂണ് ചൂടുള്ള പാല് ചേർത്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെയാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു പാന് ചൂടാക്കാൻ വെക്കാം. അടിയിലൊരു തവ വെച്ചിട്ട് നമ്മൾ പാന് ചൂടാക്കാൻ വെക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ എല്ലാം പാനിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കോലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇത് ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഹോൾസ് ഇത് വേവിച്ചതിന് ശേഷം ഹോൾസ് ആയിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിവിടെ നന്നായിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ബാറ്ററിൻ്റെ ആ ഒരു എന്താ പറയുക പാത്രം വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ അടുക്കി പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 25 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. 30 മിനിറ്റ് വരെ വെക്കാം. എന്നാലും കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും, കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം, അതായത് വിപ്പിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതൊരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 1 കപ്പ് എന്തായാലും ഇതിന് വേണ്ടി വരും. ഇതിൽ വേറൊരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ജസ്റ്റ് അടുക്കി ലേസ് 1 കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ട് ക്രീം. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലുള്ള ക്രീം വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഞാനിവിടെ 3 ലെയറായിട്ടാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കത്തി വെച്ചിട്ട് തന്നെ, നല്ല മൂർച്ചയ്ക്കുള്ള കത്തി വെച്ചിട്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് നമ്മൾ മുകളിലുള്ള ആ ഒരു പീസാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് 2ാമത്തെ ലെയറും വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താ പറയുക സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം, പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമും ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നമുക്ക് നന്നായിട്ട് ജസ്റ്റ് 5 മിനിറ്റ് അടിച്ചെടുത്താൽ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇവിടെ എന്താ പറയുക പഞ്ചസാര സിറപ്പ്, ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ബ്രഷ് കൊണ്ട് ആഡ് ചെയ്യുക. അതേപോലെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചുറ്റുഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നമുക്ക് ചേർത്തിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ മധുരമാണ് വേണമെന്നുണ്ടെങ്കിൽ
ചെറിയ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ലെയറിൽ സിറപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് അതുപോലെ തന്നെ നമ്മൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് പുരട്ടിയിട്ടെടുക്കണം. ക്രീം നമ്മളുടെ കയ്യിൽ ഇച്ചിരി കുറവായതുകൊണ്ടാണ് കേട്ടോ. ഇതിലേറെ കൂടുതൽ നന്നായിട്ട് ക്രീം തേച്ചിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയർ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സിറപ്പും കൂടെ ഒഴിച്ചിട്ട് എടുക്കണം. ഒരു പക്ഷേ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പൊതുവേ എനിക്ക് അറിയില്ല എങ്കിലും നമുക്ക് സാധാരണ ബിഗിനേഴ്സിന് ഇതുപോലെ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. എൻ്റെ കേക്ക് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം. എന്തായാലും നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രീമൊക്കെ ഒത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നോസിൽ വെച്ചിട്ട് തട്ടിക്കൂട്ട് പിക്ചറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഞാൻ പിക്ചർ വരച്ചെടുക്കാറ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് പിക്ചർ ചെയ്തെടുക്കാൻ. ഞാനൊരു ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി പഠിക്കത്തേ ഉള്ളൂ. എന്നാലും നമുക്ക് നമ്മളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നമുക്ക് നമ്മളുടെ കയ്യിൽ വെച്ച ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ സ്കൂൾ വിട്ടിരുന്ന മക്കൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് ബർത്ത്ഡേക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കണം. നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ പോലെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ. ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി വെറൈറ്റി വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ വരെ ബൈ ബൈ.